നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബസ് ബൈക്കിൽ ഇടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിക്കാൻ ഇടയാക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് മിനി സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി നിയാസ് കക്കാട് ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിയുടെ ഓടാൻ സമ്മതിക്കില്ല എന്നുള്ളത് 100% യാഥാർത്ഥ്യമായ ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ കൂടുതലൊക്കെ സംസാരിക്കില്ല, ഞങ്ങൾക്ക് RTOയുമായി സംസാരിക്കാനുണ്ട്. RTOയുമായി സംസാരിക്കുന്ന സമയത്ത് ഇത് അവസാനത്തെ ഒരു സൂചനാ സമരം മാത്രമാണ്. ഇനി ഇതേപോലുള്ള സൂചനാ സമരങ്ങൾ ഉണ്ടാവില്ല. ഇനി കാണുന്നത് കൃത്യമായ ബസ് പേരാമ്പ്രയുടെ ഓടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് ദിൽഷാദ് കുന്നിക്കൽ അധ്യക്ഷത വഹിച്ചു. ഷുഹൈബ് അരിക്കുളം സംസാരിച്ചു. സമരത്തിനിടെ നേതാക്കൾ RTOയുമായി ചർച്ച നടത്തി. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗവും അശ്രദ്ധയും അപകടം ഉണ്ടാക്കലും അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് RTO ഉറപ്പ് നൽകിയ ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവിധ ചെക്കിങ്ങും ഈ ടൗണിലും അതുപോലെ തന്നെ പരിസരത്തും എല്ലാവിധ ചെക്കിങ്ങുകൾ RTOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഇനി ഒരു മരണം പേരാമ്പ്രയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ RTOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്നറിയാം ഈ RTO നമ്മുടെ വാക്ക് പരിഹാരം നമുക്ക് ഉറപ്പ് നൽകണം. ഇങ്ങനെയുള്ള എന്നറിയാം ഈ ബസ്സുകാരോട് അച്ചാരം. സുബിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര. കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ 23 മുതൽ 27 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരം